സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സമുദ്രതീരം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് സ്ത്രീയും ഡിജിറ്റൽ സാക്ഷരതയും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ചയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാദേവി അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചു. വനിതകൾക്ക് മാത്രമുള്ള ഒരു ദിനമായി കരുതിക്കൊണ്ട് നമ്മൾ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചു പോരുമ്പോഴും ഇന്ന് സമൂഹത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഞാനടക്കമുള്ള വനിതകൾ ആ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി വളരെയധികം ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. സ്വാഗത പ്രസംഗം പ്രശസ്ത കവയിത്രി രമണിക്കുട്ടി ടീച്ചർ നിർവഹിച്ചു. നമ്മൾ എന്ത് നേടി? കുറച്ച് സ്ത്രീജനങ്ങൾ പല കാര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെത്തിച്ചേരാത്ത മേഖലകളില്ല. ഇന്ന് യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാൻ വരെ സ്ത്രീകൾ രംഗത്തുണ്ട്. അതൊക്കെ ശരി തന്നെ. എങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ അവൾ എന്ത് നേട്ടം നേടി എന്നുള്ള ചോദ്യത്തിന് ശരിയായൊരു ഉത്തരമില്ല. അത് സത്യമാണ്. ശ്രീമതി ശാന്തിനി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവും തൊഴിൽപരവുമായ അവരുടെ മുന്നേറ്റത്തിൻ്റെ കഥകൾ പറയുന്നത്, അവരെ അംഗീകരിക്കുന്നത്, അവരെ ആദരിക്കുന്ന ഒരു ദിവസമാണ് മാർച്ച് 8. അപ്പം 90ഓടുകൂടി നമ്മൾ എന്ത് തന്നെയായാലും നമ്മളത് ആഘോഷിക്കാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതയായാലും നമുക്കറിയാം ഒരു വനിതയാണ്. ഒരുക്കു വനിത എന്നറിയുന്ന ഇന്ദിരാഗാന്ധി പോലും, അതുപോലെ തന്നെ ബഹിരാകാശത്ത് പരിവേഷണം ചെയ്ത കൽപ്പന ചൗള ഇന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ രീതിയിൽ അറിയപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളുടെ ഒരാളായി മാറിയേനെ. പക്ഷെ നമുക്കത് ദൈവം വിധിച്ചിട്ടില്ല. എത്രയെത്ര വനിതകളെ നമുക്കെടുക്കാൻ പറ്റും. മദർ തെരേസ വനിതകളുടെ സേവനങ്ങൾ അവരുടെ മേഖലകളിലുള്ള പല മേഖലകളിലും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കൊണ്ടുവന്ന് അവരെ ആദരിക്കാനും അഭിമാനിക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ഈ വേദി തന്നെ പങ്കിടുന്നവർ പല കാര്യങ്ങളിൽ അവരുടേതായ മേഖലകളിൽ ഉന്നതി നേടിയിട്ടുള്ളതാണ്. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ ആതിര ആനന്ദ് നയിച്ചു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തെ, നന്നായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ എന്ന് വാർത്തെടുക്കാൻ പറ്റുന്നോ അവിടെ സ്ത്രീക്ക് വിജയം ഉണ്ടാവുള്ളൂ, അവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിടിച്ചു വാങ്ങുന്നതല്ല, നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ അറിവിലൂടെയും കഴിവിലൂടെയും നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും സ്ഥാനമാനങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ആരുടെ നിന്നും പിടിച്ചു വാങ്ങി നേടിയെടുത്തതല്ല, ഒരു സമൂഹത്തിനോടും ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതല്ല. എൻ്റെ അറിവിലും എൻ്റെ കഴിവിലും എൻ്റെ വിദ്യാഭ്യാസത്തിലും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കള്ളം പറയാതെ, മറ്റുള്ളവരെ പറ്റിക്കാതെ, സമൂഹത്തിന് മോശമായ ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ ഞാൻ നേടിയെടുത്തതാണ്. തുടർന്ന് വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ശ്രീമതി സിന്ധു ടീച്ചർ, സീതമ്മ വിജയൻ, ആശ ടീച്ചർ, പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്ലാക്കാട് ശ്രീകുമാർ, ഗ്രന്ഥശാല കൺവീനർ മുരളീധരക്കുറുപ്പ് എന്നിവർ ആശംസയർപ്പിച്ചു. അപ്പം അത് വനിതകൾക്ക് എന്തുകൊണ്ട് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വനിതകളുടെ തന്നെ കുറ്റം എന്ന് പറയാം. നമ്മളായി തന്നെ ചിന്തിക്കുക. നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണോ? നമ്മൾ എങ്ങനെ ജീവിക്കണം? പൊതുസമൂഹത്തിൽ ഇന്ന് വരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്ന് വളർന്നു വരുന്നവർ തന്നെ ചിന്തിക്കേണ്ടുന്നതാണ്. അതിന് വിദ്യാഭ്യാസം ഒരു ഘടകമാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ വീട്ടിൻ്റെ സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ മേഖലയിലും വനിതകളുടെ പ്രാതിനിധ്യം കൂടി വരികയാണ്. എപ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചുകൊണ്ട് മൾട്ടി ടാലൻറ്റഡായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ചിലയിടങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിൻവാങ്ങുന്ന മേഖലകളുണ്ട്. എല്ലാ മേഖലയിലേക്കും നമ്മളുടെ കഴിവ് പ്രകടിപ്പിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുവരാൻ ഓരോ വനിതാ ദിനങ്ങളും
നമ്മളെ ബോധവാന്മാരാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ സർക്കാർ ഓഫീസുകൾ നോക്കൂ, വിദ്യാലയങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസത്തിൻ്റെ വിജയശതമാനങ്ങൾ നോക്കൂ, എവിടെ നോക്കിയാലും സ്ത്രീകളുടെ മുന്നേറ്റങ്ങളാണ് എന്നും. പുരുഷന്മാർ അലസന്മാരായും ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ടും ഈ മൊബൈൽ ഫോണിന് അടിമയായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുന്ന സ്ത്രീകൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വരും കാലഘട്ടം സ്ത്രീകളുടേതാണ്, വനിതകളുടെ നൂറ്റാണ്ടാണ് വരാൻ പോകുന്നത് എന്ന് ഞാൻ ആഗ്രഹിച്ചും വിശ്വസിച്ചും കൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു, നിർത്തുന്നു. ഇപ്പോൾ ഈ വർഷം നമ്മൾ കൊണ്ടാടപ്പെടുന്ന മുദ്രാവാക്യം സ്ത്രീയിൽ നിക്ഷേപിക്കൂ, പുരോഗതി ത്വരിതപ്പെടുത്തൂ എന്നാണ്. അപ്പോൾ സ്ത്രീകൾ ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. പല രീതിയിലും തൊഴിൽ സംരംഭകരായി മാറുന്നില്ല. എന്നാൽ തൊഴിൽ സംരംഭകരായി മാറുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മളെ എല്ലാ ത്രിതല പഞ്ചായത്തും സർക്കാരുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. 1000 തൊഴിൽ സംരംഭങ്ങൾ നമ്മൾ ഒരു പഞ്ചായത്തിൽ ഒന്നെന്നുള്ള നിലയിൽ ഇന്ന് നമുക്കുണ്ട്. അങ്ങനെ സ്ത്രീകൾ സംരംഭത്തിൻ്റെ നിലയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ട് വരുന്ന തരത്തിലേക്ക് വനിതാ ദിനം ആചരിക്കണം എന്നാണ് വനിതകളുടെ കൂട്ടായ്മ ഇന്നെടുത്തിരിക്കുന്ന മുദ്രാവാക്യം. സമുദ്ര ഭാരവാഹി ശ്രീ അജിത്ത് നന്ദി അർപ്പിച്ചു.